ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെള്ളം കുടിക്കാനുള്ള ടൈമായി കേട്ടോ. 8:30 മണിയായ സമയത്ത് തന്നെ ഞാൻ വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ കുടിച്ചത്. ആദ്യത്തെ ദിവസം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു ഗ്ലാസ് കുടിച്ചത് കേട്ടോ. അപ്പോൾ പിന്നീടുള്ള ഒരു ദിവസം എന്ന് വെച്ചാൽ പേരയ്ക്ക മുട്ട ഒന്ന് ചിക്കി എടുത്തതും പിന്നെ പാലുമായിട്ടാണ് കുടിച്ചത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കും അശ്വിനിക്കൊന്ന് വെങ്ങാനൂർ വരെ പോകണമായിരുന്നു, കുറച്ച് പച്ചക്കറിയും മീനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം എനിക്കും ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു, അശ്വിനിക്കും ഉണ്ടായിരുന്നു. ബീനയുടെ ബ്ലൗസ് അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവൾക്ക് വീഡിയോ കോൾ വിളിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് ബ്ലൗസ് വയ്ക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആൻറ്റിയുടെ മകൻ്റെ കല്യാണം വരുവാണ് കേട്ടോ. 21-ാം തീയതി സഞ്ജുവിൻ്റെ കല്യാണം വരാൻ പോവാണ്. ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലാണ് നമ്മുടെ വീടും. എൻ്റെ വീടിൻ്റെ താഴെയാണ് കേട്ടോ അവരുടെ വീട്. എൻ്റെ അപ്പൂപ്പൻ്റെ അനുജൻ്റെ മകളാണ് തങ്കമണി, ആൻറ്റിയുടെ മകനാണ് സഞ്ജു. അപ്പോൾ അവരുടെയൊക്കെ കല്യാണങ്ങളാണ്. അങ്ങനെ ആൻസിയാണ് കേട്ടോ കുട്ടിയുടെ പേര്. അപ്പോൾ ആ വീഡിയോസൊക്കെ 21-ാം തീയതിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരത്തെയാണ് കേട്ടോ ചന്തയിലോട്ട് എത്തിയത്, നല്ല നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചക്കറി ആയിരുന്നാലും മീനായിരുന്നാലും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം പള്ളിയിൽ ഷൈനി ചേച്ചിയുടെ മകനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനുമായിട്ടും സംസാരിച്ച് അവ അപ്പം തന്നെ പോവുകയും ചെയ്തു. മീൻ വാങ്ങിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നുമില്ലാതെ അവരാദ്യം പറഞ്ഞ റേറ്റിൽ തന്നെ അവർ നിൽക്കുമായിരുന്നു കേട്ടോ. അതിലൊരു മാറ്റവും ഇല്ലാതെ മീനിൻ്റെ റേറ്റ് അവരങ്ങനെ പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ തുടക്കം കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു റേറ്റ് കുറച്ച് കിട്ടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഒരു മീനും വാങ്ങിക്കൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ പച്ചക്കറിയും സാധനങ്ങളും ഡയറ്റിനായിട്ടുള്ള മധുരക്കിഴങ്ങും സാധനങ്ങളും എല്ലാം ആയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അതിന് ഓട്ടോ പിടിച്ച് വന്നു. പിന്നെ ബീനയുടെ ചേച്ചിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, അതും എടുത്തു. അപ്പോൾ ബീന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കപ്പലണ്ടി മിഠായി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ചേട്ടന് കൊടുത്തു. അപ്പോൾ ഷുഗറൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മധുരം അധികം കഴിച്ചുവിടാം, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ആകെ ഞാനിപ്പോൾ മധുരം കഴിക്കുന്നത് രാവിലെയും വൈകുന്നേരത്തെ ചായ കുടിക്കുമ്പോൾ. രാവിലത്തെ പാലിലും കുറച്ച് മധുരം ഇടും, വൈകുന്നേരത്തെ ചായയിലും മധുരം ഇടും. വന്നിടം തന്നെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് അകത്ത് കൊണ്ടുവച്ചതിന് ശേഷം ഡ്രസ്സും മാറി കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ ഫുഡെല്ലാം ആക്കി വെച്ചിട്ടാണ് പോയി. ദോശ മാത്രം ഞാൻ അപ്പോഴാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ എടുത്ത് വെച്ചു. ഞാൻ ഫുഡും കഴിച്ചതിന് ശേഷം ആയപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ഇവിടെ നിന്ന് കുറച്ച് ചെടികളും ഒക്കെ ആയിട്ടാണ് വന്നത്, അതൊക്കെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഒക്കെ എടുത്ത് വെച്ച് ചേട്ടൻ ചെടിയൊക്കെ നട്ടതിന് ശേഷം പിന്നെ ഫുഡും ഒക്കെ കഴിച്ചു. ഇത് വൈകുന്നേരത്താണ് കേട്ടോ. ചേട്ടനും ഫുഡ് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പോയി കിടന്ന് വിശ്രമിച്ചു. കറക്റ്റ് 4 മണിക്ക് എനിക്ക് ചായയുടെ ടൈമാണ് കേട്ടോ. അതുകൊണ്ട് ചേട്ടനും ഇപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ചായയൊക്കെ കുടിക്കും. ഞാൻ ഒരു 7 മണിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചേട്ടൻ 8 മണിക്ക് കഴിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഡയറ്റ് എടുത്തതിന് ശേഷം എൻ്റെ ഫുഡിൻ്റെ ക്രമീകരണമായിരുന്നാലും ചേട്ടൻ്റെ അതിൽ ഒരേ സമയം പോകണം. പക്ഷേ രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ചേട്ടന് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാതെ ഉള്ളൂ. ബാക്കി വൈകുന്നേരത്തെ ചായ കുടിയും വൈകുന്നേരത്തെ ഫുഡും എല്ലാം ചേട്ടനും എന്നെ പോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ എല്ലാം കഴിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങാനും പറ്റുന്നുണ്ട് കേട്ടോ. മുമ്പാണെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 10 മണിയാവും, പിന്നെ കുറേ നേരം വരെയൊക്കെ ഇരിക്കും, 12 മണിയാവും കിടന്ന് ഉറങ്ങാൻ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും 10 മണിക്ക് മുന്നേ ഞങ്ങൾ പോയി കിടന്നുറങ്ങും, അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഇന്ന് കോഫിയാണ് കേട്ടോ ഇട്ടത്. ഒരല്പം മധുരം ഇട്ടിട്ടാണ് കോഫി എനിക്ക് എടുത്തത്. പിന്നെ ചേട്ടന് കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടന് ആ മധുരം പിടിക്കത്തില്ലല്ലോ, അങ്ങനെ ചേട്ടന് കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ലതുപോലെ മധുരം എനിക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മധുരം ഇട്ട് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പാല് എന്തായാലും തിളപ്പിച്ച് വെക്കണം കണ്ടോ. ചേട്ടന് മാത്രം ഞാൻ എക്സ്ട്രാ പഞ്ചസാര പിന്നീട് ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം കോഫി കൂടെ ആയിട്ട് നല്ല കടുപ്പം കാണുമല്ലോ, അതുകൊണ്ട് ചേട്ടൻ ഞാൻ സെപ്പറേറ്റ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുളി ഉണ്ടായിരുന്നു, പിന്നെ തുണി നനയ്ക്കാനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള സ്ഥിരം കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നട്ട്സും കഴിക്കും കേട്ടോ. 11 മണിക്കും ഒരു 5 എണ്ണം കഴിക്കും, വൈകുന്നേരത്തെ ചായ കുടിക്കും 5 എണ്ണം, അങ്ങനെയാണ് കഴിക്കുന്നത്. ഞാൻ അതുകൊണ്ട് വേറെ ഒന്നും കഴിക്കാറില്ല. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പലഹാരമുള്ളതൊക്കെ എടുത്ത് വെച്ച് കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ മിലുവിൻ്റെ ഡ്രസ്സും ഇട്ടുകൊണ്ട് മിക്കുവിൻ്റെ ഡാൻസാണ്, ഭയങ്കര കളിയാണ് കേട്ടോ.
എന്തെങ്കിലും നമ്മൾ പാട്ട് പാടുമ്പോൾ ഞാൻ പാട്ട് പാടിയോണ്ട് എൻ്റെ പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുന്നതാണ് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും അവന് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്, എൻ്റെ കലാഭവൻ മണിയുടെ മറ്റേ വാഴ 2 പാട്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് പാടിയപ്പോൾ എൻ്റെ അടുത്ത് ഡാൻസ് കളിച്ച് കാണിച്ച് തരുന്നതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അവന് ഈ ഫോണിൽ കൂടെ വിളിച്ചുള്ള കളിയേ ഉള്ളൂ കേട്ടോ. എബി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ ഇഷ്ടമില്ല, അങ്ങനെയാണ്. എബി അവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിളിച്ച അവിടെ നിൽക്കുകയും വരെയൊക്കെ ചെയ്യും, അങ്ങനെയാണ്. കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എന്ത് പറഞ്ഞാൽ അതുപോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ എബി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ ഇഷ്ടമില്ല, അങ്ങനെയാണ്. ഞാൻ എന്തോ എബി ഇങ്ങ് പിടിച്ചുകൊണ്ട് വന്ന ഒരു ഫീലിങ്സ് പോലെയാണ് മിക്കുവിൻ്റെ കാര്യം. കാരണം അതെനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ട് എബി കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നല്ലോ. ടൂറ് പോയിട്ടും VBSനൊക്കെ പോയിട്ട് ആ ഒരു 2 ആഴ്ച അയ്യോ എൻ്റെ അടുത്ത് മിണ്ടത്തേ ഇല്ലായിരുന്നു മിക്കു. ഇപ്പോൾ പക്ഷേ ആളങ്ങനെയല്ല കേട്ടോ, ഭയങ്കരമായിട്ട് സന്തോഷവും എൻ്റെ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ കൊണ്ട് എന്ത് ചോദിച്ചാലും മറുപടി പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവ എവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള മറുപടിയാണ് ഈ പറയുന്നത്, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വേറെ വിശേഷങ്ങളായിട്ട് അങ്ങനെ ഒരുപാടൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ കടയിൽ പോയി അവിടെ നിന്ന് പാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ വൈകുന്നേരത്തെ കടയിൽ പോക്ക് തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ. അല്ലാതെ വേറെ എവിടെയും പുറത്തോട്ട് അങ്ങനെ അധികം ഇറങ്ങാറുമില്ല. ആകെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ, കടയിലോട്ട്. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാൻ ഞാൻ വെങ്ങാനൂർ പോകും, ഞാനും അശ്വിനി കേട്ടോ, അത് തന്നെയാണ്. അപ്പോൾ ഇത് 5 അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ. മിക്കുവും എബിയും കൂടെ കളിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും കേട്ടോ. കാരണം എബി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് കളിക്കാൻ അവിടെ ഇങ്ങനെ ആരും ഇല്ലല്ലോ എന്നൊന്നും ഓർത്ത് സങ്കടം വരും. കാരണം ആദ്യം പിന്നെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ആ ഒരു തിരക്കിലായിരിക്കുമല്ലോ. പിന്നെ മിലു ഉണ്ടല്ലോ, അവരങ്ങ് സെറ്റ് ആയിക്കോളും നമ്മൾ ഇടയ്ക്ക് വിചാരിക്കും അങ്ങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.